അപ്പം നമ്മുടെ ഇല്ലായ്മയിലാണ് മനുഷ്യൻ ദൈവത്തെ മുഖത്ത് നോക്കി ത്യജിക്കുന്നത്. അതേ തന്ത്രമാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിശാച് ഇപ്പോൾ പയറ്റുന്നത്. പക്ഷെ അത് ഇയ്യോബിനോട് കളി പോത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ഒത്തിരി പേര് എന്ത് ചെയ്തു? ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി. ആ തന്ത്രങ്ങൾ എടുത്തുകൊണ്ട് നമ്മളെടുത്തോണ്ട് പിശാച് വരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പോൾ സകനങ്ങളെ പരാജയപ്പെടുത്തിയ അതേ തന്ത്രം പിശാച് എൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജഗൻ്റെ അടുത്തോട്ട് അതേ തന്ത്രം എന്ത് ചെയ്യും? എല്ലാവരുടെ അടുത്തോട്ടും എന്ത് ചെയ്യും? കൊണ്ടുവരും. പക്ഷെ ആ തന്ത്രത്തെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതാ വചനത്തിൽ നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലയോ. എഫേസ്യ ലേഖനം. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ശാന്തമാരി എൻ്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മസേനകളോടും അല്ലയോ നിങ്ങൾക്ക് യുദ്ധമുള്ളത്. ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സർവായുധവർഗം ഇടുപ്പിൻ. അപ്പം പിശാച് തന്ത്രമായിട്ട് വരും. ആ തന്ത്രത്തെ സഭ തിരിച്ചറിയണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് പ്രിയ ദൈവമക്കളെ ഇയ്യോബ് തിരിച്ചറിഞ്ഞു. ഞാൻ അതിലോട്ട് വരാം, നമ്മൾ ആ ഭാഗത്തോട്ട് കടന്നില്ല. ഇവിടെ വിഷയം തൃക്കൈ നീട്ടിയത് അവനുള്ളതിനെല്ലാം തൊട്ടാൽ മുഖത്ത് നോക്കി. അപ്പം ഈ ത്യജിച്ചാൽ ഇയ്യോബിന് സംഭവിക്കുന്നത് എന്തുവാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? രണ്ട് കാര്യമാണ്. ദൈവം പറയുന്നുണ്ട്, ഇവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടാക്കുന്നവനും ഭൂമിയിൽ ആരുമില്ലെന്നാണ് ദൈവം അവകാശപ്പെട്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം അങ്ങനെ അവകാശപ്പെട്ടത്. അപ്പം ദൈവം അവകാശപ്പെടുമ്പം ഇവനെ എങ്ങനെങ്കിലും എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നിന്ന് എന്ത് ചെയ്യണം? നഗ്നനായിട്ട് എന്ത് ചെയ്യണം? ഉൽപ്പത്തിയിൽ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ എന്നോട് ദൈവം ഉറങ്ങരുത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, ജീവശ്വാസം ഊതി. സകല വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു കഴിക്കാൻ ദൈവം എന്ത് ചെയ്തു? അവർക്ക് അധികാരം കൊടുത്തു. ദൈവത്തെ പോലെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പക്ഷെ പാമ്പ് വന്ന് തോട്ടത്തിൻ്റെ അകത്ത് തന്ത്രപ്രധാനമായി പ്രവേശിച്ചിട്ട് പറഞ്ഞു, ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും. ഇവിടെ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നപ്പം ആദാമിനും ഹവ്വയ്ക്കും ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്, ഇത് കഴിച്ചുകൂടാ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള കൽപ്പന എന്ത് ചെയ്ത്? മറന്നുപോയി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ കൽപ്പന ഇവർ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, തെള്ളി പറഞ്ഞാൽ ഇയ്യോബിനുണ്ടാകുന്ന രണ്ട് കാര്യം. ഒന്ന്, ദൈവനാമം ദുഷിക്കപ്പെടും. ദൈവം ഇവിടെ അവകാശപ്പെട്ടല്ലോ, ഭൂമിയിൽ ഇയ്യോബിനെ പോലെ വേറെ ആരുമില്ല, നിഷ്കളങ്കനും നീതിമാനും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ദൈവമാണ് ഒരു മനുഷ്യനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്, ഒരു വ്യക്തി പറഞ്ഞ സാക്ഷ്യമല്ല, ദൈവം പറഞ്ഞ സാക്ഷ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, എന്നെ എന്ത് ചെയ്തില്ല, ഇവൻ മരിക്കേണ്ട വന്നാലും എന്നെ എന്ത് ചെയ്തില്ല. എന്നാൽ ഈ സാക്ഷ്യത്തെ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? സാക്ഷ്യം നഷ്ടപ്പെടുത്തണം. എത്ര പേര് ജീവശാലിൻ്റെ ഗൗരവം മനസ്സിലായോ? ശാലിന് മനസ്സിലായെന്ന് തോന്നുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ സാക്ഷ്യം എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ സാക്ഷ്യം കൊണ്ട് കളയണം. നമ്മളെക്കുറിച്ച് ആൾക്കാരെന്ത് ചെയ്യണം? അപവാദം പറയണം. നമ്മളെ ആൾക്കാർ കളിയാക്കണം, ദുഷ്കീർത്തി പറയണം. ഇത് കണ്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അറിയാമോ? ശാത്താൻ. അവൻ വീണു പാപത്തിൽ, അവനിരുന്ന് ഉറങ്ങുക, അവൻ ആത്മീയത്തിൽ മരിച്ചു. ഇതെല്ലാം നിന്നുകൊണ്ട് ഒരാൾ മാറിയിരുന്ന് ചിരിക്കുക. നമ്മുടെ സാക്ഷ്യത്തെ എന്ത് ചെയ്യുക? നഷ്ടപ്പെടുത്തി കളയുക. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, നമ്മുടെ സാക്ഷ്യം നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തി കളയരുത്. മരിക്കേണ്ട വന്നാലും ദൈവത്തെ എന്ത് ചെയ്യരുത്? തെള്ളി പറയരുത്. അടുത്ത് ഓടിച്ചു വായിച്ചാട്ടെ. ദൈവം സാത്താനോട്, അപ്പം ദൈവം പിശാചിനോട് യുദ്ധം ചെയ്യുക, ചലഞ്ച് ചെയ്യുക. അവനുള്ളതെല്ലാം, ഞാൻ കൊടുത്തതെല്ലാം എന്ത് ചെയ്യുക? ഞാൻ നിൻ്റെ കയ്യിലോട്ട് തരാം. എന്നിട്ട് പറയാണ്, അവൻ്റെ മേൽ എന്ത് ചെയ്യരുത്? കയ്യേറ്റം ചെയ്യരുത്. കാരണം അവൻ്റെ പ്രാണനെ എടുക്കരുത്. നീ ഇതല്ലേ പറഞ്ഞത്? ത്യജിച്ച് കളയും. മുഖത്ത് നോക്കി ത്യജിച്ച് കളയും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഈ ഇയ്യോബിന് മുഖത്ത് നോക്കി ത്യജിച്ച് കളയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ദൈവത്തിന് അറിയേണ്ടത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര തവണ അച്ഛൻ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നോക്കിക്കാണും. നമ്മൾ ദൈവത്തെ തെള്ളിക്കളയുമോ ഇല്ലയോ, ദൈവത്തെ തെള്ളിക്കളയുമോ ഇല്ലയോ എന്ന് എത്ര പ്രാവശ്യം ദൈവം നോക്കി കാണും.
ഒരു 80% ഞാൻ വിശ്വസിക്കുകയാണ് പലരും തോറ്റുപോയി കാണും. പക്ഷെ ദൈവം പറഞ്ഞു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത്, അവനുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടുള്ളതെല്ലാം ഞാൻ നിൻ്റെ കൈ തരാം, നീ പറഞ്ഞത് നടക്കും, നമുക്ക് നോക്കാം. മുഖത്ത് നോക്കി ത്യജിക്കുമോ ഇല്ലയോ നോക്കാം. മക്കൾ നഷ്ടപ്പെട്ടാൽ അടുത്ത ഓടിച്ച് വായിച്ചാൽ ദൂതിലോട്ട് വരാം, ഓടിച്ച് വായിച്ചാൽ. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ടു പോയി. അപ്പം ആ 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടതുപോലെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ മേഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ശേഫയാർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോയി. 700 ആട്ടിൻകുട്ടി താണ്ട പോന്നു. ആട്ടിൻകുട്ടി, ഒട്ടകം, ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ദൂതൻ വന്നു. ശേഫയാർ വന്ന് അതിനെയെല്ലാം അഴിച്ചു കൊണ്ടുപോയി. 700 ആട്ടിൻകുട്ടി അഴിച്ചു കൊണ്ടുപോയി. അടുത്തേ എന്നിട്ട് ഈ ആടുമാടുകളെയൊക്കെ നോക്കുന്ന വേലക്കാരെ എല്ലാം എന്ത് ചെയ്തു? കഴുത്തറുത്തു. ശേഫയാർ വന്ന് കഴുത്തറുത്തു, ആടിനെ മൊത്തം പിടിച്ചോണ്ട് പോയി. അടുത്ത് എന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ദാസൻ വഴുതിപ്പോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? രക്ഷപ്പെട്ട് പുറത്ത് വന്നിട്ട് ഇയ്യോബിനോട് വന്ന് പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം അവശേഷിക്കുന്നു, ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ശേഫയാർ വന്ന് വാളിനിരയാക്കി പിടിച്ചോണ്ട് പോയി. അടുത്ത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കും തീരുകയും വേറൊരു ദിവസം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തീ വീണ് ആടുമാടുകളും ദാസന്മാരെല്ലാം കത്തി എരിഞ്ഞു പോയി. ഒരുത്തൻ മാത്രം അവശേഷിച്ചു. ദൈവത്തിൻ്റെ അയ്യോബിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഞാൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു. അടുത്തേ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തോരും മറ്റൊരുത്തൻ വന്ന് മറ്റ് ഇയ്യോബിൻ്റെ ഒരു വരുമാന മാർഗമാണ് ഒട്ടകം. എന്തുവാ? 700 ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി, ഒട്ടകത്തെ കൊണ്ടുപോയി. നീ ഒട്ടകം. കല്ലുതേര് 4 വഴിയായി വന്ന് ഒട്ടകത്തെ മൊത്തം കെട്ടഴിച്ചുകൊണ്ട് എന്ത് ചെയ്തു പോയി. അടുത്ത് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തം വന്നു. പുത്രന്മാരും പുത്രിമാരും ആ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് ആ യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. ഇനി എല്ലാവരും എഴുന്നേറ്റ് തന്നെ. അച്ഛൻ അറിഞ്ഞിട്ടില്ല, സ്തോത്രം. ഉറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്ന് അടിച്ചു. മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവർ തിന്നു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ റൂഫ് മൊത്തം എന്ത് ചെയ്തു? 7 പുത്രന്മാരുടെ 3 പുത്രിമാരുടെ മണ്ടയ്ക്ക് വന്ന് വീണു. അപ്പോഴേ അവർ മരിച്ചു. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. ഈ ശേഫയാർ വന്ന ആട്ടിൻകുട്ടികളെ എന്ത് ചെയ്തു? അഴിച്ചുകൊണ്ട് പോയി. ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. പെൺകഴുതകളെ എന്ത് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഒരുത്തൻ മാത്രം എന്ത് ചെയ്തു? വഴുതിപ്പോയി. നിങ്ങളത് വായിച്ചായിരുന്നോ? ഉറങ്ങിയതൊന്നും ശ്രദ്ധിച്ചില്ല. വഴുതിയത് മാത്രമേ കേട്ടുള്ളൂ. ദാസന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം എന്ത്? വഴുതിപ്പോയി. എന്നിട്ട് ഇയ്യോബിനോട് വന്ന് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഇങ്ങനെ കർത്താവ് എന്താ ഇങ്ങനെ വഴുതി? 3 സംഭവം നടന്നപ്പോഴും സ്വർഗത്തിൽ തീ ഇറങ്ങിയപ്പോഴും ശേഫയാർ വന്ന ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും കല്ലുതേര് 3 കോണുകളായി വന്ന് ആടുകളെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ഒരുത്തൻ എന്ത് ചെയ്യുന്നുണ്ട്? വഴുതി പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ ഒരുത്തൻ മാത്രം എന്ത് വഴുതി പോന്നേ? ഇയ്യോബിൻ്റെ മക്കൾ 9 പേര് എന്ത് ചെയ്തു? കിഴക്കിന്ന് മരുഭൂമിയിൽ നിന്ന് കാറ്റടിച്ചു, റൂഫ് വന്നവരുടെ മണ്ടയിൽ വീണ് അവരെന്ത് ചെയ്തു? മരിച്ചു. 10 പേരാണോ? 10 പേര്. സ്തോത്രം. 10 മക്കൾക്കായി സ്തോത്രം പറഞ്ഞേ. ഇവർ മരിച്ചിട്ടും ഈ ദാസന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം അങ്ങനെ വഴുതി വന്നേ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒട്ടകങ്ങൾ സ്വർഗത്തിൽ തീ കത്തി, ഒട്ടകങ്ങളും കഴുതകളും വെന്തുരിഞ്ഞ് മരിച്ചു. ദാസന്മാർ മരിച്ചു. പക്ഷെ ഒരുത്തൻ മാത്രം മരിച്ചില്ല ദാസന്മാരുടെ കൂട്ടത്തിൽ. ഈ ഒരുത്തൻ ഒരു വിശുദ്ധനായിരുന്നു.
ഇവൻ വിശുദ്ധനായതുകൊണ്ട് മറ്റു ദാസന്മാർക്ക് നേരെ വന്ന പ്രശ്നം ഇവന് നേരെ വന്നതാ. പക്ഷെ അവൻ എന്ത് ചെയ്തു? അതിന് വഴുതി വന്നു. ദാസന്മാരെല്ലാം വാളിനിരയാക്കി കല്ലുതേരി വന്ന് അവരുടെ അടുത്ത് നിന്ന് ഓരോരുത്തൻ രക്ഷപ്പെട്ടു. വാളിൻ്റെ വാൽത്തലയിൽ നിന്ന് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. കാരണം അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കമാൺ, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നിന്റെ നേരെ പിശാച് പല ആയുധങ്ങളുമായി വരും. നീ വഴുതിപ്പോ, പറഞ്ഞ വഴുതിപ്പോ, വഴുതിപ്പോ. ഈ ദൂത് എന്നോട് കർത്താവ് പറഞ്ഞു, ഇനി 1 മാസം നിനക്ക് ഓടാനുള്ളൊരു ഇന്ധനമാ. ആമേൻ, സ്തോത്രം. നീ വഴുതി പോകും. നിന്റെ നേരെ വരുന്ന ചില പ്രതിസന്ധിക്കകത്തുന്നു നീ വഴുതി പോകും. ദൂത് പിടികിട്ടിയോ? ദൂത് മനസ്സിലായോ? ഹല്ലേലൂയ. 19-ാമത്തെ വാക്യം. പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്നു, വീട്ടിൽ 4 മൂലയ്ക്കും അടിച്ചു. അത് യവനന്മാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം അവശേഷിക്കുന്നു. അവിടെയും ഒരുത്തൻ രക്ഷപ്പെട്ടു. മരുഭൂമിയിൽ നിന്ന് കാറ്റടിച്ചു, അവിടെ ഒരു ദാസൻ രക്ഷപ്പെട്ടു. അത് കർത്താവിന്റെ കൃപയാണ്. വിശുദ്ധനാണോ നീ? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് കോടിക്കണക്കിന് 200 ആട്, 7000 ആട്, 3000 ഒട്ടകം, 500 കാളകൾ, ഇതെല്ലാം ജീവന് ഭീഷണി എന്ന പോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, നമ്മുടെ കോടിക്കണക്കിന് സ്വത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണോ? സ്വത്തുക്കളുടെ കാര്യം ഒന്ന് പോട്ടെ. ആൻറ്റി പറഞ്ഞ 10 മക്കൾ, ഈ 10 മക്കൾ എന്ത് ചെയ്തു? നമ്മളിത് ചിരിക്കുവോ? 10 ശവപ്പെട്ടി അടുക്കി വെച്ചിരിക്കുക വീടിന്റെ മുമ്പിൽ. സന്തോഷം ചിരിക്കുവോ നമ്മള്? 10 പ്രിയപ്പെട്ട പിഞ്ചോമനകളാണ് മക്കൾ മരിച്ചുപോയി. ഇനി നിങ്ങൾ 1:20 ശ്രദ്ധിച്ച ഇയ്യോബിന്റെ മറുപടി എന്താണ്? അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലമുണ്ടനം ചെയ്തു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. വസ്ത്രം, ഈ മക്കൾ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വസ്ത്രം കീറി, ഒരു ഭ്രാന്തനെ പോലെ വസ്ത്രം കീറി തലമുണ്ടനം ചെയ്തു, മൊട്ടയടിച്ചിട്ട് എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണു ദൈവത്തിന്റെ മുമ്പിൽ. അടുത്ത്, ഞാൻ നഗ്നനായി എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകുന്നു. 9 മക്കളുടെ ശവപ്പെട്ടി കണ്ടപ്പം ഇയ്യോബ് എന്ത് ചെയ്തെന്ന് അറിയാമോ? വസ്ത്രം വലിച്ചു കീറിയെടുത്ത് മുടി ശരീരം ചെയ്തിട്ട്, മണ്ഡനം ചെയ്തിട്ട്, ഒരു ഭ്രാന്തനെ പോലെ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്നിട്ട് പറയുകയാ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നഗ്നനായി വന്നു, നഗ്നനായി ഞാൻ പോകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു. അടാ, ദൈവത്തെ തെള്ളിപ്പറയാനുള്ള നല്ലൊരു അവസരം ഇയ്യോബ് എന്ത് ചെയ്തു? ആൻറ്റി നഷ്ടപ്പെടുത്തിയല്ലോ. ഇതിന് നല്ല അവസരമില്ലായിരുന്നോ? പിശാചേടാ, താണ്ട നിന്റെ 9 മക്കൾ മരിച്ച് താണ്ട മൂക്കി പഞ്ഞി വെച്ച് കിടക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നല്ലൊരു അവസരമാണ് തള്ളിപ്പറഞ്ഞ ആൻറ്റി. ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി പോകുന്നു. യഹോവ തന്നു, യഹോവ. നമ്മളാണെങ്കിൽ ഒരു 500 പ്രാവശ്യം തള്ളിപ്പറഞ്ഞാന്. ഹൗസ് ഓഫ് പ്രൈസ് അങ്ങോട്ട് പോയ നാൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയതാണ്. എൻ്റെ പ്രശ്നങ്ങൾ. നല്ലൊരു അവസരം ഉണ്ടായിരുന്നു തള്ളിപ്പറഞ്ഞ വെച്ചാൽ കൈ തന്നെ അവസാനം വരെ ഇവിടുന്ന് പോകരുത് കേട്ടോ, വിട്ടിട്ട് പോകരുത് വേല. സ്തോത്രം. ശബ്രഖാതാലാമാസിയാദനയ. പക്ഷെ പത്രോസ് പറഞ്ഞു, ഞാൻ മരിച്ചാലും നിന്നെ തെള്ളി പറയത്തില്ല. യേശു പറഞ്ഞു, പത്രോസേ, 3 പ്രാവശ്യം കോഴി പോകുമ്പോൾ നീ എന്നെ തെള്ളിപ്പറയും, അന്ന് നീ എന്നെ ഓർക്കും. ഞാൻ നിനക്ക് വേണ്ടി ചത്തു കളയുമെന്ന് പറഞ്ഞതാ പത്രോസ്. പോകത്തില്ലെന്ന് പറഞ്ഞവനെ പ്രത്യേകം സൂക്ഷിച്ചാണ്. അവനായിരിക്കും ആദ്യം പോകുന്നത്. പോകത്തില്ലെന്ന് പറഞ്ഞവൻ ആദ്യം പോകും. ചത്തു കളയെന്ന് പറഞ്ഞ പത്രോസ് എന്ത് ചെയ്തു? 3 പ്രാവശ്യം പറഞ്ഞു, യേശുവിനെ എനിക്ക് അറിയത്തില്ല, തിരികത്തില്ല യേശു ആരാന്ന്. ഇസ്കറിയോത്ത് യൂദാ പറഞ്ഞു, ഞാൻ
കർത്താവ് അങ്ങേ കാണിച്ചു തരത്തില്ല. ഇസ്കറിയോത്ത് ആദ്യം യേശുവിനെ കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മനുഷ്യ വാക്കുകൾ നമ്മൾ വിശ്വസിക്കരുതേ. ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കിക്കാണാം. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ടും ഇയ്യോബ് പതറിപ്പോയില്ല. ഇയ്യോബിൻ്റെ പ്രത്യാശ ദൈവത്തിലായിരുന്നു. ഇന്ന് രാവിലെ ആരും ഈ വചനം ഉറപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലകളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലതൊക്കെ എന്ത് ചെയ്തു? എൻ്റെ നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, പക്ഷേ ഒരു റിസ്റ്റോറേഷൻ, നമ്മളൊരു പുനരുസ്ഥാനം സംഭവിക്കും. നഷ്ടപ്പെട്ടു പോയതല്ല, എവരിത്തിങ് വിൽ കം ബാക്ക്. നിൻ്റെ കയ്യിൽ നിന്ന് പോയതല്ല, തിരിച്ചു വരുന്നൊരു കാലഘട്ടമുണ്ട്. പറഞ്ഞേ, എനിക്കൊരു പുനരുത്ഥാനമുണ്ട്. റിസ്റ്റോറേഷൻ. പോയതല്ല തിരിച്ചു മടങ്ങി വരാം. എത്ര ഇതെല്ലാം ആരാ കൊണ്ടുപോയതാ? 700 ആട്ടിൻകുട്ടികളെ, ഒട്ടകത്തെയും പെൺകഴുതകളെയും 9-10 മക്കളെ എല്ലാം ആര് കൊണ്ടുപോയി? പിശാച് തകർത്ത് കളഞ്ഞു. അയ്യോ, വെല്ലുവിളിക്കുക, പിശാചേ, നീ കൊണ്ടുപോയതല്ല എനിക്ക് തിരിച്ചു തരണം. ഇന്ന് രാവിലെ സഭ പറ, കൊണ്ടുപോയതെല്ലാം തിരിച്ചു തരണം, തിരിച്ചു തരണം. തുള്ളലും വെട്ടുക്കിളിയും തിന്നു തീർത്ത സമ്മത്സരത്തെ ദൈവം മടക്കിത്തരും. 2-ാം അധ്യായം വായിക്കാൻ നമുക്ക് സമയമില്ല, വായിക്കുന്നില്ല. പിന്നൊരു ദിവസം ദൈവപുത്രന്മാരെ യഹോവയുടെ സന്നിധി നിൽക്കാൻ ചെന്നപ്പം, 2-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. പിശാചു പിന്നെയും യഹോവയോട് വാദിച്ചു. യഹോവ ചോദിച്ചു, നിഷ്കളങ്കനും നീതിമാനും ദോഷം വെട്ടാക്കുന്നവനുമായി ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനുള്ളതെല്ലാം നീ എടുത്തു, എന്നിട്ടും അവൻ നിന്നെ തെള്ളി പറഞ്ഞില്ലല്ലോ. അടുത്ത പിശാചു വാദിക്കുന്നറിയാവോ? അവന്റെ പ്രാണഹാനി വരുത്തും. ദൈവം അതിന് അനുവദിച്ചു കൊടുത്തു. മുഴങ്കാല് തൊട്ട് തല വരെ എന്ത് ചെയ്തു? പരുക്കളാൽ വ്രണം വന്നു. 10 മക്കൾ മരിച്ചുപോയി. 7 ആട്ടിൻകുട്ടികൾ, ഒട്ടകങ്ങള്, കാളകള്, കഴുത എല്ലാം എന്ത് ചെയ്തു? ഷേവാറും വന്ന് അഴിച്ചെടുത്തോണ്ട് പോയി. ഇനി പിശാച് യഹോവയോട് ചോദിക്കുകയാണ്, ഇയ്യോബിന്റെ ശരീരം ദൈവം അതുകൂടെ എന്ത് ചെയ്തു? കാരണം ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്. 10 ശവപ്പെട്ടിക്കകത്ത് മക്കൾ മരിച്ചു കിടന്നിട്ടുണ്ടാക്ക തെള്ളി പറയാ തന്നെ അവർ രോഗം വന്നതിനെ തെള്ളി പറയോ? ഹലോ, അത് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപിരിക്കും? കഷ്ടതയോ ദുഃഖമോ പട്ടിണിയോ ആപത്തോ വാളോ യാതൊന്നിനും. നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യരുത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സാധനങ്ങളിലാകരുത് നമ്മുടെ പ്രത്യാശ, മക്കളിലാകരുത്. കമാൻ, മക്കളിലാകരുത് പ്രത്യാശ. നമ്മുടെ പ്രത്യാശ കർത്താവിലായിരിക്കണം. മക്കളിൽ ഒത്തിരി പ്രത്യാശ വെച്ചു, നാളെ നിങ്ങളെ കളഞ്ഞിട്ട് പോയാലോ? ഹലോ, സഹിക്കാൻ പറ്റുമോ? സമയത്ത് സഹിക്കാൻ പറ്റത്തില്ല. മക്കളിലാകരുത് പ്രത്യാശ ജീവൻ തന്ന കർത്താവിലായിരിക്കണം. അങ്ങനെ ഉള്ളംകാലം മുതൽ തലവരെയും പരുക്കൾ വാദിച്ചു, വ്രണം വന്നു. അയ്യോ, ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് ചാമ്പലിൻ്റെ അകത്ത് മാന്തിക്കൊണ്ടിരിക്കും, വ്രണത്തിൻ്റെ അകത്ത്. എന്തൊരു വേദനയായിരിക്കും. മക്കൾ മരിച്ച സങ്കടം വേറെ. നിങ്ങൾ ഇന്ന് ഈ വചനത്തിൽ ദൂതെടുത്തിട്ടേ പോവുള്ളൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളൊരു വിടുതലെടുത്തിട്ടേ പ്രാപിച്ചിട്ടേ പോകുള്ളൂ. ഓട്ടിൻ കഷ്ണം എടുത്ത് വ്രണത്തിലിട്ട് മാന്തി കഴിഞ്ഞാൽ വേദന ഉണ്ടോ? ആ വ്രണത്തിന് ഇങ്ങനെ ഇട്ടാ വേണം. അപ്പം എനിക്ക് മനസ്സിലായി, അതിതീവ്രതയായ വേദന ഇയ്യോബിനുണ്ട്. കാരണം നമ്മൾ ആ വേദവാക്യങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും അപ്പുറമായി ഉള്ള എന്തോ ഒരു മരണവേദന. കാരണം ഉള്ളംകാലം മുതൽ തല വരെ പരുക്കള, മുഖം കണ്ടാൽ തിരിച്ചറിയത്തില്ല. തേമാനായ തേഫിലോസ് അങ്ങനെ ഉണ്ട്, 4-ാം അധ്യായത്തിലുണ്ട്. തൻ്റെ പ്രാണ സ്നേഹിതന്മാരെ യോവനെടുത്ത് കണ്ടിട്ട് മനസ്സിലായില്ല യോവനെ. എന്നിട്ട് ഇയ്യോബ് എന്ത് ചെയ്തു? ഇയ്യോബിന് സഹോദരന്മാർ വസ്ത്രം കയറി മുഴങ്കാലിടുന്ന 7 ദിവസം ഇയ്യോബിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ഇയ്യോബിന് 3 ഇയ്യോബിൻ്റെ പ്രാണ സ്നേഹിതന്മാർ വന്നിട്ട് ഇയ്യോബിനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ ഈ വ്രണം വന്നിട്ട് ഇയ്യോബിൻ്റെ മുഖരൂപം തന്നെ അങ്ങ് മാറി. അതുപോലെ പരുക്കൾ വാദിച്ചു. എന്നിട്ട് ഓട്ടിൻ കഷ്ണം എടുത്ത് വ്രണത്തിൽ മാന്തിക്കൊണ്ട് ചാമ്പലിനകത്തിരിക്കും ഒരു പ്രാന്തനെ പോലെ. ഈ 2-ാം അധ്യായത്തിലെ ഇയ്യോബ് ജന്മദിവസത്തെക്കുറിച്ച് എന്ത് ചെയ്തു? ശപിച്ചു. ഞാൻ ജനിക്കണ്ടായിരുന്നു, കാരണം വേദന സഹിക്കാൻ വയ്യ. അപ്പം ഈ സ്വാഭാവികമായിട്ട് മിസ്സിസ് അവിടെ ഉണ്ടല്ലോ, മിസ്സിസ് വന്നിട്ട് പറഞ്ഞു, ഭാര്യ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇനി നിന്റെ വിശ്വാസം എന്ത് ചെയ്തണ്ട, മുറുകെ പിടിക്കണ്ട. നീ മുഖത്ത് നോക്കി നിന്റെ ദൈവത്തെ അങ്ങ് ത്യജിച്ചു കള.
ഇയ്യോബ് എന്ന് പറഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാം സോറി. ഇയ്യോബ് എന്ന് പറഞ്ഞത് പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. യഹോവയാണ് നമുക്ക് നന്മ തന്നെങ്കിൽ തിന്മയും പ്രാപിപ്പാൻ നമ്മൾ സഹിഷ്ണരായിരിക്കണം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ സഭയെ? ഇയ്യോബ് പറഞ്ഞതാണ്, ആ ഓട്ടിൻ കഷ്ണം എടുത്ത് മാന്തിക്കൊണ്ട് ചാമ്പലിൻ്റെ അകത്ത് ഇരുന്നിട്ട് പറയുകയാണ്, യഹോവ നന്മ തന്നപ്പോൾ നമ്മൾ പ്രാപിച്ചുവെങ്കിൽ തിന്മയും പ്രാപിപ്പാനുള്ള സഹിഷ്ണുത, അതിനെ ഉൾക്കൊള്ളുവാനുള്ള കൃപ, അതിനെ ഉൾക്കൊള്ളുവാനുള്ള കൃപയും കൂടെ നമുക്ക്. നിങ്ങൾ അടുത്തിരിക്കുന്നിടത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, കുഞ്ഞേ നന്മ തന്നപ്പോൾ നമ്മൾ സന്തോഷിച്ചില്ലയോ? തിന്മയും കൂടെ ഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനുള്ളൊരു കൃപ, സഭ, നമ്മൾ അതിനെ മനസ്സിലാക്കുകയേ പറ്റത്തുള്ളൂ. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം, അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ സമ്പന്നനായിരിക്കാനും വിശന്നിരിപ്പാനും സ്തോത്രം യഹോവ എന്നെ ശീലിപ്പിച്ചു. ഞാൻ സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും വിശന്നിരിക്കുവാനും ദൈവം എന്നെ ശീലിപ്പിച്ചു. അവർക്കായി ഞാൻ സ്തോത്രം. ഒരു നല്ല ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പരാതി പറയുമോ? വടയല്ലായിരുന്നു വേണ്ടത്, ഫ്രൈഡ് റൈസ് ആയിരുന്നു വേണ്ടത്. ഹലോ ഹലോ, ഉള്ളത് തിന്നിട്ട് എന്ത് ചെയ്തോണം? സ്തോത്രം പറഞ്ഞിട്ട് പോയിക്കോണം. വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും ദൈവം എന്നെ കമാൺ യഹോവ എന്നെ ശീലിപ്പിച്ചു. അവിടെ പിറുപിറുപ്പുണ്ടാകത്തില്ല. ഉള്ളത് കഴിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. ഉള്ളത് നിന്നുകൊണ്ട് കർത്താവിന് പാടാൻ തുടങ്ങും. നോക്കിയേ, മരണവേദനയിലിരിക്കുമ്പോൾ ഓട്ടിൻ കഷ്ടമെടുത്ത് അവൻ പരുക്കളിൽ മാന്തിക്കൊണ്ട് പറയുകയാണ്, യഹോവ നന്മ തന്നെങ്കിൽ തിന്മയും പ്രാപിപ്പാൻ നാം ബാധ്യസ്ഥരാകണം. ഇന്നലെ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നല്ലോ, സാലറി ഉണ്ടായിരുന്നല്ലോ, വണ്ടിക്ക് വണ്ടി, ആഹാരത്തിന് ആഹാരം, പുറത്തു പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, ഡ്രസ്സ് എടുക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നുമില്ല. ബ്രദറെ, വീട്ടിൽ തിരിച്ചു പോകുന്ന വഴിയിൽ എന്ത് ചെയ്യണം? കൈ കൊടുത്തിട്ട് പറയണം. നിങ്ങളുടെ ഭാര്യയോട് തന്നെ പറ, മക്കളോട് പറ, ഇതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അമ്മേ, ഇതൊരു പ്രോസസ്സാണ്. ദൈവം പണിയുക. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആരെയൊക്കെ വാർത്തെടുക്കുക ബഹുസഹിഷ്ണുതയ്ക്ക് വേണ്ടി. അമ്മേ, ബഹുസഹിഷ്ണുതയ്ക്ക് വേണ്ടി കർത്താവ് ആരെ പണിതെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചു? 4-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഈ വിവരം അറിഞ്ഞിട്ട് ഇയ്യോബിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇയ്യോബിനെ കണ്ടിട്ട് തിരിച്ചറിയാതെ വസ്ത്രം കീറി 7 ദിവസം ഇയ്യോബിനോട് കൂടിയിരുന്നു. അവസാനം അവര് തന്നെ പറഞ്ഞു, ഇനി വിശ്വാസം എന്ത് ചെയ്യണ്ട. ഇയ്യോബിന്റെ അവസ്ഥ അറിഞ്ഞ് സങ്കടപ്പെട്ട് പറ, ഇനി വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം, നിനക്ക് അനന്തരാവകാശികളില്ലല്ലോ, ദൈവത്തെ അങ്ങ് ത്യജിക്ക്. അവിടെയും ഇയ്യോബ് എന്ത് ചെയ്തില്ല? ഭാര്യ പറഞ്ഞു, പിശാച് പറഞ്ഞു, പ്രാണസ്നേഹിതന്മാരെല്ലാം പറഞ്ഞ ഒറ്റ ഒരു കാര്യം പറയുന്നത്, ദൈവത്തെ നീ അങ്ങ് എന്ത് ചെയ്യുക? ത്യജിച്ച് കളയുക. ഇത് പിന്മാറ്റക്കാരുടെ സംസാരമായത്. ദൈവത്തെ എന്ത് ചെയ്യുക? ഇതാരാ പറയുന്നത്? പിന്മാറ്റക്കാര്, പള്ളിയിൽ വരാത്തവര് പിന്മാറ്റക്കാര്, ലൈവിൽ കേൾക്കുന്നവരെ പിന്മാറ്റക്കാര്. ലൈവിൽ ഇപ്പം എന്നെ കാണുന്നവരല്ല, ഇന്ന് സഭയിൽ വരാത്തവരോടാണ് പറയുന്നത്. പിന്മാറ്റക്കാര്. ദൈവത്തെ അങ്ങ് ത്യജിച്ച് കളയുക. ലൈവിൽ കേൾക്കുന്നവർ ഞങ്ങളെല്ലാം പാസ്റ്ററിന് പിന്മാറ്റക്കാരെന്ന് വിളിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ അല്ല വിളിച്ച്. സ്തോത്രം. പിന്മാറ്റക്കാര്. എന്നാൽ ഇയ്യോബിന് എന്താ സംഭവിച്ചേ? ഇയ്യോബ് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു വെച്ചാൽ, ഞാൻ മരിച്ചാലും നിനക്കായി കാത്തിരിക്കും. എത്ര വേദന സഹിക്കേണ്ട വന്നാലും, എല്ലാം നഷ്ടങ്ങൾ ഞാൻ സഹിച്ചോളാം, ഞാൻ മരിച്ചാലും യഹോവയ്ക്കായി തന്നെ കാത്തിരിക്കും. സന്തോഷങ്ങളെ പറ, യഹോവയ്ക്കായി തന്നെ കാത്തിരിക്കും. കമാൺ. ഓ എന്നുയിരാണൻ ഉയിരാണൻ ഉയിരാണൻ യേശു, എന്നുയിരാണൻ ഉയിരാണൻ, എന്നുയിരാണൻ യേശു, എന്നുയിരോടു കലർന്നേ എന്നുയിരേ ഞാൻ ഉമ്മൈ സ്തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ സ്തുതിപ്പേ. പ്രിയപ്പെട്ടവരെ,
നഷ്ടങ്ങൾ വന്നാലും നമ്മുടെ കയ്യിലുള്ളതെല്ലാം പോയാലും കർത്താവിനെ വിടരുത്. നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് നീ എന്ത് ചെയ്യരുത്? പുറത്തു പോകരുത്. ഇയ്യോബിന്റെ ദൃഷ്ടി പറഞ്ഞത് മൊത്തം ദൈവത്തിലായിരുന്നു, സാമഗ്രികളിലല്ല. ദൈവത്തിൽ അയ്യോബിന്റെ പ്രത്യാശ. ഈ ദൂതന്റെ അവസാനം ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. ഇയ്യോബ് പ്രത്യാശ ദൈവത്തിൽ വെച്ചുകൊണ്ട്, മക്കൾ നഷ്ടപ്പെട്ടു നമ്മൾ കേട്ടു, പക്ഷേ ഇയ്യോബിന് കർത്താവ് 9 മക്കളെ കൊടുത്തു. സ്തോത്രം പറഞ്ഞേ. അവിടെ 10 സിസ്റ്റർ, 10 മക്കളെ കൊടുത്തു. സിസ്റ്ററിനായി സ്തോത്രം. 10 മക്കളെ കൊടുത്തു. വസ്തുവകകളെ തിരിച്ചു കൊടുത്തു. ആടുമാടുകളെ, ഒട്ടകങ്ങളെ, പെൺകഴുതകളെ, ആമൻ എല്ലാം ഇയ്യോബിന് കർത്താവ് തിരികെ കൊടുത്തു. കമാൻ, കരമടിച്ചു കർത്താവിന് ആഘോഷത്തോടെ. ദാഹിക്കുന്നേ എന്നാശയേറുന്നുവേ, ദാഹിക്കുന്നേ വാഞ്ചിക്കുന്നേ എന്നാശയേറുന്നുവേ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ടെ. ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിയ വിടുതലുകൾ ഇന്ന് പകലിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണടച്ച് ആത്മാവിൽ നിന്ന് കണക്റ്റായി. എന്നെ നോക്കണ്ട, ഇവിടെ ഇരിക്കുന്നവരാരും നോക്കണ്ട. അത്യാവശ്യം ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇരിക്കാം, അത്യാവശ്യം എനിക്ക് ഇരുന്നേ പറ്റുമോ എന്നുള്ളവർക്ക് ഇരിക്കാം. ആരെ മനുഷ്യരെ നോക്കണ്ട, ദൈവത്തെ നോക്കി. ഇപ്പോൾ ഈ നിമിഷം മുതൽ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഡെലിവറൻസ് ചില കുടുംബങ്ങളിൽ നടക്കുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വിടുതൽ നടക്കുന്നു. ക്രൂശിൽ മേൽ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ മേൽ എല്ലാം തന്നല്ലോ. ഒന്നു ഞാൻ ചോദിക്കില്ലിനി, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഒന്നു ഞാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ആ റിക്വസ്റ്റ് നിങ്ങളെല്ലാം ഇരിക്കാമോ? ഇരിക്കാമോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട്. ഓ
റബല ഹർതല റബനാസേ നേരേനെ ആധരാ ശദരാ ദരാ ദരാ ചലബാ ദരബാ ലഗലഗസു ഉറബബോ ശകരബോ ലബോസ്. നിങ്ങളുടെ ഉപവാസമല്ല, കർത്താവിലുള്ള നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ കർത്താവ് കണക്കിട്ട് ദൈവത്തിനെ മാനിക്കാൻ പോവുക. ദൈവം നിങ്ങൾ ഉയർത്താൻ പോവുക. കർത്താവ് ഞങ്ങൾ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു 5 മിനിറ്റോടെ എന്നോട് പ്രാർത്ഥിക്കാമോ? ഒരു 5 മിനിറ്റും കൂടെ, 5 മിനിറ്റോടെ പ്രാർത്ഥിപ്പിച്ച പരിശുദ്ധാത്മ പറയുന്നു. ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ ചിലവിടെ ഇരിക്കുമ്പോൾ ഞാൻ പവി കാണുന്നൊരു കാഴ്ച, ഒരു വലിയ ഗോൾഡ് പതിപ്പിച്ച ഒരു വലിയ ഡുബാതിൽ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ആ വാതിലിനകത്ത് വലിയൊരു വെളിച്ചം ഞാൻ കാണുക. അവിടെ വാതിൽ തുറന്നിരിക്കുക. ഒരു യാത്രയ്ക്ക് വേണ്ടി അച്ഛന് ഒരു ഒരുക്കത്തിലിരിക്കുക. ദിവസങ്ങൾ ഒരു യാത്രയ്ക്ക് വേണ്ടി, ഇല്ലയോ? ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, എവിടോ പോവാനായിട്ട്. പരിശുദ്ധാത്മ പറയാ, യാത്രയിൽ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കും. 6 മാസത്തിൻ്റെ അകത്ത് സ്ഥിതിഗതികളെ കർത്താവ് മാറ്റും. 6 മാസത്തിൻ്റെ അകത്ത്. ഞാൻ അച്ഛന് വേണ്ടി ഇങ്ങനെ ഇവിടെ നേരെ നിന്ന് പ്രാർത്ഥിച്ചിരിക്കും. അച്ഛനെ കാണുന്നത് ഒരു ആണി അടിക്കപ്പെട്ടൊരു കൈയാണ് കാണുന്നത്, മുറിവേറ്റൊരു കരം. ആ കൈ, ആണിയാൽ തുറക്കപ്പെട്ടൊരു കൈ അച്ഛന് വേണ്ടി അച്ഛൻ എഴുന്നേൽപ്പിക്കാൻ പോവുക. കഴിഞ്ഞ 32 ദിവസത്തിൻ്റെ പുറകിൽ ശാരീരികമായി ചില ബുദ്ധിമുട്ടിലൂടെ അച്ഛൻ കടന്നുപോയി. ശരിയില്ലേ പറഞ്ഞേ? 32 ദിവസത്തിൻ്റെ പുറകിൽ ശാരീരികമായിട്ട് ക്ലേശത്തിലൂടെ അച്ഛൻ കടന്നത്. മൈക്കൊണ്ട് ചോദിക്കാരെങ്കിലും ഞാൻ പറഞ്ഞു ശരിയാണെന്ന്. ശാരീരികമായ പ്രശ്നത്തിലൂടെ അച്ഛൻ കടന്നു പോയത്. സ്വർഗത്തിലെ പരിശുദ്ധാത്മ പറയുന്നു, ഉടരബന ഹന്തരാജഗടഗസി. ശരിയാണോ അച്ഛൻ പറഞ്ഞത്? ശരിയാണ്. ശരി. 32 ദിവസം ശാരീരികമായ ചില ബുദ്ധിമുട്ടിലൂടെ അച്ഛൻ കടന്നുപോയി. ഒരു യാത്രയ്ക്ക് വേണ്ടി അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ പറയുന്നു 6 മാസം പോത്തില്ല, അച്ഛൻ്റെ മുമ്പിൽ യാത്ര വെളിപ്പെടും. ഈ യാത്രയിലൂടെ ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയരും. പരിശുദ്ധാത്മ പറയുന്നു, കഴിഞ്ഞ നാളുകൾ സമ്പാദിച്ചത് വെച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, പുനഃസ്ഥാപനം 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 എന്ന് പരിശുദ്ധാത്മ പറയുന്നു. അങ്ങനെ നിന്റെ ജീവിതത്തിൽ പുനഃസ്ഥാപനം സംഭവിക്കാൻ പോവുക. നിങ്ങളെല്ലാം കൊണ്ട് അച്ഛനെ നേരെ കരം നീട്ടി പിടിച്ചാൽ, ഞാനിവിടെ കൈ നീട്ടി വെക്കുമ്പോൾ എൻ്റെ കർത്താവ് ഞാൻ സ്പഷ്ടമായി കാണുന്നൊരു വെളിപ്പാട്. ആമേനൊരു മുറിവേറ്റ കരം ദൈവം എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഞാനൊരു വിഷൻ കാണുവാണ്. ഒരു മുറിവേറ്റ കരം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മ എന്നെ കാണിക്കുന്നു. എന്നെ കർത്താവ് ആനന്ദം എന്നൊരു പേര് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചിട്ട് ആനന്ദനോടുള്ള ബന്ധത്തിൽ ആനന്ദ് വർക്ക് സൈറ്റിൽ അങ്ങനെയുള്ള ഒരാളുണ്ട്, ആനന്ദ് എന്ന് പറയുന്ന ഒരാള്. ഇങ്ങനെ ആനന്ദ് എന്ന് പരിശുദ്ധാത്മാവ് ഒരു പേര് കാണിച്ചിട്ട് പരിശുദ്ധാത്മ ആനന്ദിലൂടെ ബന്ധത്തിൽ ദൈവം നിർത്താൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആനന്ദത്തോടുള്ളൊരു ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നിർത്തും. ആ ദൈവം വേഗം 3 മാസത്തിൻ്റെ അകത്ത് ആ വ്യക്തിയോടുകൂടെ ചേർന്ന് നിർത്തി ഒരുമിച്ച് നന്മ പ്രാപിക്കാൻ കർത്താവ് സഹായിക്കും. ഞാൻ ആ ചായ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നൊരു വെളിപ്പാട്, ഒരു കേടായി കിടക്കുന്ന ട്രെയിനിൻ്റെ പഴയ ഇഞ്ചൻ മെക്കാനിക്ക് പണിയെടുത്തിട്ട് അത് വീണ്ടും മുമ്പോട്ട് ഓടുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. മുമ്പോട്ട് ഓടാൻ പോവുക ചാന.
അത് സംഭവിച്ചതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓ റാബാ ഖാറ ഖുറാബാദാ ഷദന. എന്നോട് പരിശുദ്ധാത്മാവ് ഈ ലൈവില് ഇപ്പോഴോ ഇത് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്ന ഒരാള് തേപ്പ് പാറ, എന്തൊരു പാറയുടെ പേര് തുടങ്ങുന്നൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി എന്നെ കേൾക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ കർത്താവ് പറയുന്നു, ഒരു സർക്കിളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. എന്നെ കർത്താവ് ആ വ്യക്തിയോട് പറഞ്ഞത് ഗ്രീൻ സിറ്റിൽ കർത്താവിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവുക. മുമ്പോട്ട് പോകുവാൻ ഒരു രാജവീതി നിന്റെ മുമ്പിൽ കർത്താവ് തുറക്കാൻ പോവുകയാണെന്ന് സ്വർഗത്തിലെ ദൈവം പ്രവചിക്കാൻ പറയുന്നു. നീ ആയിരിക്കുന്ന ഗ്രാമപ്രദേശത്തിൽ നിന്നും ദൈവം നിന്നെ ഒരു പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പോകും. പ്രാപിച്ച പട്ടണത്തിൽ അനുഗ്രഹം. എത്ര പേർക്ക് വേണ്ടേ? ഒരുമിച്ച് കരമടിച്ച് പട്ടണത്തിൽ അനുഗ്രഹം, പട്ടണത്തിൽ അനുഗ്രഹം വേണം. പ്രാപിച്ചോ? പട്ടണത്തിൽ അനുഗ്രഹം നിന്നെ തേടി വരുന്നു, നിന്നെ തേടി വരുന്നു, നിന്നെ തേടി വരുന്നു, തേടി വരുന്നു, തേടി വരുന്നു, തേടി വരുന്നു. കമാൺ. ഇപ്പോൾ കൈയടിച്ചോണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. സംഭവിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ രാജീവ് എന്ന പേരുള്ള ഒരാൾ ഇപ്പോൾ വിടുവിക്കപ്പെടുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. വലിയ ഭാരത്തോടെ, വലിയ ഹൃദയത്തിന്റെ അകത്ത് സഹിക്കുവാൻ പറ്റാത്ത വേദനയോടിരിക്കുന്ന രാജീവിനോട് പരിശുദ്ധാത്മ പറയുന്നു, നീ മാനസിക തലങ്ങളിൽ ഭാരപ്പെടുന്ന പ്രതിബന്ധങ്ങളിൽ നിന്ന് കുരുക്കുകളെ കർത്താവ് അഴിക്കുന്ന പകലാണെന്ന് പരിശുദ്ധാത്മ പറയുന്നു. രാജ രാജ രാജേഷ് ഉടബല ഹർത്തനാജഗരാദി ഉടരബല ഹർത്തനാജഗലഗടഗസി അടബന ജഗരഗടഗസി. ആമേൻ. നീ പരാജയപ്പെട്ട് ഭവനത്തിന്റെ അകത്ത് തിരികുകയാണ്. സ്വർഗത്തിലെ ദൈവം ഒരു വെളിപ്പാട് കാണിക്കുന്നു. ഭവനത്തിൽ നിന്ന് ദൈവം നിന്നെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുക. ഭവനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ പറയുന്ന ദൂതുകളെല്ലാം നിങ്ങൾ പ്രാപിച്ചോണം കേട്ടോ. പലരും മാർക്കിട്ടു, ഇത്രത്തോളം എൻ്റെ തൊള്ളു. എന്നിട്ട് നമ്മളെ ഒരു സർക്കിളിൻ്റെ അകത്ത് നിർത്തി. മാർക്കിട്ടവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുക. നീ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ പരിശുദ്ധാത്മ പറയുക, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നിന്നെ വിധി എഴുതിയവരുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ പോവുക. ദൂത് കേട്ടവർ, ഞാൻ ഈ ദൂത് ഇവിടെ പറയുമ്പോ ദൂത് കേട്ടവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പ്രവചനം കേട്ടവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അവരാരാധിക്കും. കാരണം അവരൊത്തിരി വാഴ്ത്തങ്ങൾ കേട്ടതാ. കേട്ടതെല്ലാം ജീവിതത്തിൽ നിവർത്തീകരിക്കാൻ ഒരു സമയമുണ്ട്. ജോസഫിന്റെ സഹോദരന്മാര് പറഞ്ഞത്, യാക്കോബ് പറഞ്ഞതും, ഞങ്ങൾ നിന്നെ നമസ്കരിക്കണം. ജോസഫ് വളരെ ലളിതമായി പറഞ്ഞു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്ന ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ജോസഫിനെ ദൈവം ഒരിക്കലും ദാസനാക്കിയില്ല. ജോസഫിനെ കർത്താവ് ദാസത്വത്തിൽ നിന്ന് രാജാവാക്കി മാറ്റി. അപ്പനും മക്കളും പറഞ്ഞു, ഞാനും മക്കളും അമ്മയും നിന്നെ എന്ത് ചെയ്യണം, നമസ്കരിക്കുന്നതാണോ നീ പറയുന്നേ? എന്നാൽ സ്തോത്രം, 17 വർഷം കഴിഞ്ഞപ്പം അപ്പനും മക്കളും എന്ത് ചെയ്തു?
ജോസഫിനെ എന്ത് ചെയ്തു? നമസ്കരിക്കേണ്ട ഒരു കാലഘട്ടം വന്നു. ദൈവം പറയും, നിന്റെ സ്റ്റോറി മാറാൻ പോവുക, നിന്റെ ജീവിതം മാറാൻ പോവുക, ജീവിതം മാറാൻ പോവുക, ജീവിതം മാറാൻ പോവുക. മുൻവിധിച്ചവരുടെ മുമ്പിൽ, മുൻവിധിച്ചവരുടെ മുമ്പിൽ പെരുകട്ടെ, പെരുകട്ടെ. നമ്മൾ വായിച്ച വാക്യത്തോട് നമ്മൾ ക്രൂര പ്രവർത്തനമല്ലോ. 10-ാം വാക്യത്തിലേക്ക് നമുക്ക് ദൂത് എവിടെ നിന്ന് അവസാനിപ്പിക്കണം. 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങിയാൽ ഓടിച്ച് വായിച്ചാട്ടെ. കമ്പി വാചകത്തിൽ സ്തോത്രം, ഓടിച്ച് വായിച്ചാട്ടെ. 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. 1-ാം അധ്യായം അതിൻ്റെ 10 ഓടിച്ച് വായിച്ചു, സമയമില്ലാത്തതുകൊണ്ട്. നീ അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അവൻ്റെ വീടിനുള്ള ചുറ്റിനും വേലി കെട്ടിയിരിക്കുന്നല്ലോ. നീ അവൻ്റെ മൃഗസമ്പത്തിനെ അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. അടുത്ത് യഹോവയോട് സാത്താൻ പറയുകയാണ്, തൃക്കൈ നീട്ടി അവനുള്ളവനെല്ലാം ഒന്ന് തൊടുക, മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു കളയും. ആരോട് പറയുക? സാത്താൻ യഹോവയോട് പറയുക. അപ്പം ദൈവത്തോട് വാദിക്കുകയാണ് പിശാച് ഇയ്യോബിന് വേണ്ടി. അപ്പം നമുക്ക് വേണ്ടി എത്ര പ്രാവശ്യം പിശാച് വാദിച്ച് കാണും. ഈ പത്രോസിൻ്റെ കേസ് തന്നെ യേശു പറയുന്നുണ്ട്. പത്രോസിനോട് ഒരു വർഷം യേശു പറഞ്ഞു, എനിക്ക് മത്തായി 19 പറഞ്ഞത്, നിന്നെ പാറ്റിക്കളയവൻ പിശാച് പല പ്രാവശ്യം എന്നോട് ചോദിച്ചത്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. അപ്പോൾ ഒരു കാര്യം വളരെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ നേടേണ്ടവരാണ്. നിങ്ങൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിലോ നമ്മുടെ മുടിയിലോ തൊടണമെങ്കിൽ 6 അനുവാദം വേണം. എൻ്റെ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ പിശാചിന് നമ്മളെ തൊടാൻ പറ്റുമോ? പറ്റത്തില്ല. പത്രോസിന് ദൈവം അനുവദിച്ചു കൊടുത്തില്ല. പരീക്ഷകൾ വരാ ദൈവം തരുന്നത്. പക്ഷെ പിശാചിന് നമ്മളെ തൊടണമെങ്കിൽ 6 അനുവാദം വേണം. ദൈവത്തിൻ്റെ അനുവാദം വേണമെന്ന് സഭയൊന്ന് മനസ്സിലാക്കുക. ഇവിടെ പിശാച് ദൈവത്തോട് പരീക്ഷിച്ച് ചോദിക്കുകയാണ്, അത് പറഞ്ഞ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു പരീക്ഷിക്കുകയാണ്. തൃക്കൈ നീട്ടി അവനുള്ളതെല്ലാം അവൻ തൊട്ടാൽ, കാരണം ആ വസ്തുവിലും 9 മക്കളിലും 700 ആട്ടിൻകുട്ടിയിലും ആട്ടിലും ഒട്ടകത്തിലും പെൺകരടിയിലും ഒക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഖത്ത് നോക്കി നിന്നെ ത്യജിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയും. നമ്മുടെ വീട് നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും, നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും, നമ്മൾ ആഗ്രഹിച്ച് മേടിച്ച സാധനം നമുക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷെ മുഖത്ത് നോക്കി ദൈവത്തെ എന്ത് ചെയ്യരുത്. അല്ലെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വേർപാട്, എനിക്കിനി ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വേർപാടിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. ഇനിയുള്ള കാലം കർത്താവ് നിന്നെ നോക്കിക്കോളൂ. പലപ്പോഴും മനുഷ്യർ ദൈവത്തെ തെള്ളിപ്പറയുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ നമ്മളൊരു 0 ആകുമ്പോൾ ദൈവത്തെ എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമുക്ക് പൈസയും വാഹനവും എല്ലാം ഉള്ളപ്പോൾ നമുക്ക് കയ്യടി കൊണ്ട് പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു 0 ആകുമ്പം ഒന്നും നമ്മുടെ കയ്യിലില്ല. ആ ഒരു സമയത്ത് അയ്യോ എനിക്ക് ദൈവ പ്രാർത്ഥന വേണ്ട, എന്തിനാ അവിടെ വരാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ കയ്യിൽ